നെല്ലിക്കൻ്റെ ഒക്കെ സീസണല്ലേ, അതുകൊണ്ടൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. തലേന്ന് തന്നെ നെല്ലിക്ക ഒന്ന് തിളപ്പിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഉപ്പിട്ട് മാറ്റി വെച്ചിരുന്നു. ഇനി നമുക്ക് ഒരു ചട്ടി എടുപ്പത്ത് വെക്കാം. ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്, കടുകും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നായി വന്നാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. നെല്ലിക്കയും പൊടികളും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് തലേന്ന് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നെല്ലിക്കയിൽ അപ്പം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഉപ്പിടുക കേട്ടോ. പിന്നെ 1/2 ലിറ്ററോളം സുർക്ക ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒന്ന് തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് തണിയുന്നതിനനുസരിച്ച് ചാറ് കുറുകി വരും. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ അച്ചാർ റെഡി.